കഴിഞ്ഞ വർഷത്തേക്കാൾ 28% കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചത്. വൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള ഇടുക്കിയിൽ 40% കുറവ്. ഇതോടെ നീരൊഴുക്കും കുറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജലവൈദ്യുത പദ്ധതികളുമായി ആകെയുള്ളത് 510 ദശലക്ഷം യൂണിറ്റ് വെള്ളം. ഇത് സംഭരണശേഷിയുടെ 12% മാത്രമാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 58 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇത് പ്രകാരം ഇപ്പോഴുള്ള വെള്ളം ഉപയോഗിച്ച് 8 ദിവസത്തേക്ക് വേണ്ട വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 696 ദശലക്ഷം യൂണിറ്റ് വെള്ളമുണ്ടായിരുന്നു. ഇടുക്കി പദ്ധതിയിൽ ഇപ്പോൾ സംഭരണശേഷിയുടെ 16% വെള്ളം മാത്രമേയുള്ളൂ. അതായത് 348 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം. സംസ്ഥാനത്ത് ഇന്നലെ ഉപയോഗിച്ച വൈദ്യുതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് 19.89 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ്. ബാക്കി 38.23 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങിയതാണ്. വർഷകാലത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ സാധാരണ കുറവുണ്ടാകാറുണ്ട്. എന്നാൽ ലോകകപ്പ് കാരണം ഇക്കുറി ഈ കുറവും ഉണ്ടാകുന്നില്ല. കാലവർഷം ദുർബലമായി തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ നിഗമനം. കാലവർഷം സഹായിച്ചാലേ ലോഡ് ഷെഡിംഗ് പിൻവലിക്കാനാവൂ എന്ന് സർക്കാരും പറയുന്നു. അതിനാൽ സ്ഥിതി ഗുരുതരമായി തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.